അടുത്തത് ഒരു സഫാരി ഓണർ അല്ലെങ്കിൽ സഫാരി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. ഒരു ടാറ്റ സഫാരി ഉടമസ്ഥൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തല്ല വിജേഷേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പിന്നെ ഡഫ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ ഡാഷ്ബോർഡിൽ പിന്നെ മീറ്ററിൽ ഏതെങ്കിലും സിമ്പിള് പിന്നെ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ കത്തിക്കിടക്കുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ അതിൽ പിന്നെ എൻജിൻ ഓയില്, ബ്രേക്ക് ഓയിലിൻ്റെ, അതേപോലെ ABS-ന്റെ ലൈൻ, എന്തെങ്കിലും അങ്ങനത്തെ സിമ്പിൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ നോർമൽ വണ്ടികളിലുള്ള പോലെ തന്നെ. നോർമൽ വണ്ടി അതിനേക്കാൾ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യം ഡഫിന്റെ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് മെയിനായിട്ട് ഡഫിനായിട്ട് ശ്രദ്ധിക്കണം. അത് ഡഫിന്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാൻ വിജേഷം പറയാൻ കാരണമെങ്കിൽ അതിന് പണി വന്നാൽ വലിയൊരു എമൗണ്ട് ആവും അല്ലേ? ഏതെങ്കിലും വണ്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടോ? അവിടെ വന്നില്ല. അത് നമ്മൾ ഓരോ സർവീസിന് വരുമ്പോൾ ചിലപ്പോൾ കസ്റ്റമറോട് മറന്നുവെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിപ്പോ സർവീസ് പോലെ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫില്ലാക്കും. അത് എങ്ങനെയായാലും നമ്മൾ ഫില്ലാക്കും. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമർ മീറ്റപ്പിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്, ടാറ്റേന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്താണിത് പുറത്തുനിന്ന് ലോക്കൽ ഡഫ് ചെറിയ പൈസക്ക് കിട്ടാനുണ്ടാവും. ഒരു കാരണവശാലും എന്താ പറയുന്നത് അങ്ങനെയുള്ള ഡഫ് വാങ്ങിയിട്ട് ഇതിൽ ഫില്ല് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ പിന്നെ ഡഫിൻ്റെ ഭാഗങ്ങളിൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ പിന്നെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡഫിന് കുറച്ച് വില കൂടുതലുണ്ടെങ്കിലും അത് തന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. അതല്ലാതെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് 10, 100, 150 രൂപ ലാഭം കിട്ടുക. പക്ഷേ അതിന് വേണ്ടിയിട്ട് 50,000 രൂപ മുതൽ 1,00,000 രൂപേൻ്റെ മേലെ വരെ ആ ഒരു ഡഫ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ പൈസ ഇതിന് വേണ്ടിയിട്ടും ഇതിന് മെക്കാനിക്കൽ പാർട്സിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുള്ള കാര്യം പറഞ്ഞു. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. 100% സത്യം. കമ്പനിയിൽ നിന്ന് ഒഴിക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ ഇന്നവരെ പുറത്ത് ഒഴിച്ചിട്ടില്ല, മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ കറക്റ്റ് 7,500 കിലോമീറ്റർ സമയത്ത് ഞാൻ ഫില്ല് ചെയ്യും, വീണ്ടും 10,000 കിലോമീറ്റർ ടോപ്പ് ചെയ്ത് അങ്ങനെ ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. വിജേഷ്, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ കണ്ടമാനം വണ്ടികൾ അവിടെ എന്തുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ സഫാരി മാത്രമല്ല, ടാറ്റൻ്റെ ഒരുപാട് വണ്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു സീനിയർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ടാറ്റ സഫാരി ഉള്ള വണ്ടിയോട് എന്താ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്താ ഉള്ളത്? അതായത് പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് വിജേഷിന്റെ അഭിപ്രായം, ഇഷ്ടം ടാറ്റ സഫാരിയോട്? പേഴ്സണലായിട്ട് ഇഷ്ടം അല്ലേ? പേഴ്സണൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു വണ്ടിക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഇരുന്നാൽ ഒരു ആനപ്പുറത്ത് നിന്ന് ഇരിക്കും പോലെയുള്ള ഫീലായിരിക്കും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം വണ്ടി അടിപൊളി വണ്ടിയാണ്, സൂപ്പർ. സാറിന് എങ്ങനെ? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ അതായത് സിയാസ് വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്നുണ്ടെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്താലും ക്ഷീണമില്ലാത്തൊരു വണ്ടിയാണ് സിയാസ്. കാരണം അങ്ങനെ അമർന്നിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട്. സഫാരിയിലും ഡ്രൈവർക്ക് മാത്രമല്ല, കാരണം ഞാനിതിൽ നല്ലോണം ലോങ് യാത്ര ചെയ്ത ആളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും, അതല്ലാണ്ടെങ്കിൽ എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്ണർ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താണ് അയോധ്യ പോയിട്ടുണ്ട്. അത് തന്നെ 5,500 കിലോമീറ്റർ ഉണ്ട്, 5,400 കിലോമീറ്റർ ഉണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ. ഡൽഹിയിൽ ഞാനും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്, അതും 5,000 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ രാജസ്ഥാനിൽ ബിൽവാരെ പോയി. അതിൻ്റെ ഒപ്പം ഞാൻ അമ്മയും അച്ഛനിലായിട്ട്, അച്ഛനിപ്പോൾ 72 വയസ്സായി, അമ്മയ്ക്കും 10-15 വയസ്സായി. ഇവരെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഉദയപൂർ വരെ പോയി. ഇവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് അവർക്കൊന്നും യാതൊരു ക്ഷീണം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഞാനിതിനെ എന്താ ഹൈലൈറ്റ്, അത് സസ്പെൻഷൻ്റെ ആണല്ലേ, ആ ഒരു ക്ഷീണമില്ലാത്ത ഇല്ല, അതുപോലെ ബോഡി റോളില്ല, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ടയർ സൈസും മാറ്റല്ലേ? മാറ്റം ഒരു ചെറിയ വ്യത്യാസം എല്ലാത്തിനുണ്ട്. പിന്നെ അതുപോലെ ഇതിന് ഡിസ്കാണ്. പിന്നെ ആളുകൾ പറയുന്ന വേറൊരു വിഷയം എന്നുണ്ടെങ്കിൽ സഫാരിയും ഹാരിയറും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഹാരിയറും പിന്നെ ഓടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് സഫാരി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ എന്താണ് വിജേഷ് പറയുന്നതായിരിക്കും ബെറ്റർ. എന്താ വിജേഷ്, ഹാരിയറും സഫാരിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള പിന്നെ വ്യത്യാസം? 7 സീറ്റർ ആണല്ലോ? ഓക്കെ, 7 സീറ്ററാണ് സഫാരി. 7 സീറ്ററാണ്. 5 സീറ്ററാണ്. പിന്നെ ഓടിക്കുന്നതിന് കംഫർട്ടബിൾ. ഏതിനാണ് ബെറ്റർ? കുറച്ചും കൂടി ബെറ്റർ സഫാരി. അതെ, അതായത് ഹാരിയറിന്റെ കാര്യം കുറച്ചും കൂടി ബെറ്റർ സഫാരിയാണ്. പിന്നെ എഞ്ചിന് കംഫർട്ടബിൾ, എഞ്ചിന് റീപെയിന്റിംഗ് ആണ്. റീപെയിന്റ് ചെയ്ത എഞ്ചിനാണ്. BS4 ആണോ സാർ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ നിലവിലുള്ളതാണെങ്കിലും എങ്ങനെയാണ്? അതെ, ഇതിപ്പോ കുറച്ചുകൂടി റീപെയിന്റിംഗ് ഉള്ള എഞ്ചിനാണ് BS6. ഏത് മറ്റേ ഹാരിയറിന്റെ?
ഹാരിയറിനെക്കാളും ഇപ്പോഴുള്ള ഇറങ്ങുന്ന ഹാരിയറിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആ ഓക്കെ. ആ പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അല്ല പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇതിന്റെ എന്താ സെക്കൻഡ് റോയിൽ ഇരുന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ഹാരിയറാണ്, പക്ഷെ ഹാരിയറിൽ ഇരിക്കുന്ന സമയത്ത് ഒറ്റ ഷേപ്പിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, ഇതിൽ നമുക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ലോങ് യാത്രയ്ക്ക് മാറ്റാം, അത് ഫ്രണ്ടോട്ടേക്ക് മാറ്റാം, നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും, അതേപോലത്തേക്ക് മാറ്റാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ലോങ് യാത്രക്കെല്ലാം എങ്ങനെയാ നമുക്ക് ഇരിക്കാൻ അതേപോലെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കാണ് ഫ്രണ്ടും ബാക്കും. ഹാരിയറിന് കുറച്ച് ഡ്രമ്മാണ്. പക്ഷെ ഇപ്പൊ വരുന്ന ഹാരിയറിന് അതെ ഡിസ്ക് തന്നെയല്ലേ? അതെ. എല്ലാ മോഡലും അങ്ങനെയാണോ? ബേസ് വേരിയന്റ് മാത്രമാണോ? ബേസ് വേരിയന്റില് ഡ്രമ്മാണ് ബാക്ക്. PS4 ഇത് പിന്നെ സഫാരി ബേസും ഡിസ്ക് തന്നെയാ? PS4 അല്ല BS6 സഫാരി എല്ലാം ഡിസ്ക്. സഫാരി ഡിസ്കാണ്. പിന്നെ ടയർ സൈസ് ചെറിയൊരു വ്യത്യാസം. ഇത് 18 ആണ്. അതെ. പിന്നെ സസ്പെൻഷന്റെ വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസമുണ്ട്. ഓക്കെ.